കരുത്തത ഗരുഡനിൽ പ്രവഹിക്കുകയാണ്. അണിയത്ത് ചാമ്പ്യൻസ് ബോർഡ് ലീഗിന്റെ 5ാം സീസണിലെ 4ാം മത്സരത്തിന്റെ വേദി എന്തുകൊണ്ടും പക്ഷേ വെണ്ണക്കിളമ്മയും ഹനുമാൻ നമ്പുമെന്നുമത വിടാതെ പിടിക്കുന്നു. പക്ഷേ ഇന്ന് കോട്ടപ്പുറം കായലിൽ പറന്നു വരുന്ന ഒരു ജലചക്രവർത്തിയായി ഗരുഡനത മാറ്റപ്പെടുകയാണ്. ഗരുഡ, നിന്റെ വരവ് കാണുവാൻ കോട്ടപ്പുറം കായൽ യാത്ര സുന്ദരമായ ദൃശ്യം. ഇന്ന് ഭൂമിയിലെ സ്വർഗമത് കോട്ടപ്പുറമായി മാറ്റപ്പെടുകയാണ്. ഗരുഡനത പറന്നിറങ്ങുമ്പോൾ ജോളി എതിരെ. താങ്ക് യു മിസ്റ്റർ അജു മേൽപ്പാലം. ഇരുട്ടുകുത്തി എ ഗ്രേഡിന്റെ 1ാം പാദ മത്സരങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ച് ഫിനിഷിംഗിലേക്ക് കടന്നു വരികയാണ്. 1ാം ട്രാക്കിൽ ഹനുമാൻ നമ്പർ 1. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുബ്രഹ്മണ്യൻ മുഖ്യനകം ഇന്ന് ഈ മത്സരം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. 46 വർഷത്തെ തന്റെ തുഴച്ചിലിന്റെ പാരമ്പര്യം വള്ളപ്പാടുകളുടെ വ്യത്യാസത്തിൽ ഗരുഡനിത ഇവിടെ തൂക്കുകയാണ്. ഇവിടെ വിജയത്തിന്റെ വിജയബന്ധാവിലേക്ക് ഇതാ മധ്യ കേരളത്തിലെ നെഹ്റു ട്രോഫി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന GBR-ല് വിജയം കൊയ്തിട്ടുള്ള അത് ഗരുഡൻ വീണ്ടും ഇവിടെ മുന്നേ കുതിക്കുമ്പോൾ വെണ്ണക്കിളമ്പയും ഹനുമാൻ നമ്പർ 1 ഇതാ ഫിനിഷിംഗിലൂടെ അവരുടെ സർവശക്തിയും എടുത്ത് ഇതാ ഫിനിഷിംഗിലൂടെ 1, 2, 3 എണ്ണി കടന്നു പോകുകയാണ്. ഗരുഡനും വെണ്ണക്കിളമ്പയും ഹനുമാൻ നമ്പർ 2 ഇതാ ഈ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ആദ്യപാദ മത്സരം, അത് എ ഗ്രേഡിന്റെ ആദ്യപാദ മത്സരം ചാമ്പ്യൻസ് ബോർഡ് ലീഗ് സീസൺ 5-ലെ 4ാമത്തെ മത്സരവേദിയായ അതേ കോട്ടപ്പുറത്ത് ആവേശകരമായ മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം ഇപ്പോൾ ഇവിടെ നടത്താൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട ചീഫ് കോർഡിനേറ്റർ ശ്രീ RK കുറുപ്പ് ആ ഫലപ്രഖ്യാപനം ഇവിടെ നടത്തും. നമ്മളിപ്പോൾ ഇന്നത്തെ ലൂസേഴ്സ് ഫൈനൽ നടക്കുന്നത് 2ാം സ്ഥാനത്ത് പ്രാഥമിക മത്സരത്തിലെത്തിയ വള്ളങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോൾ 1ാമത്തെ ട്രാക്കിൽ നിരണവും 2-ൽ നടുവിലെ പറമ്പനും 3-ൽ ചെറുതനയും മത്സരിക്കും. ഇന്നത്തെ ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ഈ കോട്ടപ്പുറത്തെ CBL-ന്റെ 5ാം സീസണിലെ ഈ 4ാമത്തെ മത്സരത്തിലെ വിജയിയെ തീരുമാനിക്കാനുള്ള ഫൈനൽ മത്സരത്തിൽ 1ാമത്തെ ട്രാക്കിൽ മേൽപ്പാടവും 2-ൽ നടുഭാഗം ചുണ്ടനും 3-ൽ വിയ്യപുരവുമാണ് ഏറ്റുമുട്ടുന്നത്. ഇന്നത്തെ ഫൈനൽ മത്സരത്തിൽ പ്രാഥമിക മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയ മേൽപ്പാടവും നടുഭാഗവും തുടക്കം കുറിച്ചിരിക്കുന്നു. ആദ്യം നടക്കേണ്ടത് ഇരുട്ടുകുത്തി B ഗ്രേഡ് ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനലിൽ 1ാം ട്രാക്കിൽ തട്ടകത്തമ്മയും 2ാം ട്രാക്കിൽ പമ്പാവാസനും 3ാം ട്രാക്കിൽ ഗോതുരുത്തുമാണ് മത്സരിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഫസ്റ്റ് ലൂസേഴ്സിൽ 1ാം ട്രാക്കിൽ തട്ടകത്തമ്മയും വിജയം സ്വന്തമാക്കിയവര് ഇതാ ഈ ജലത്തുള്ളികൾക്ക് ഹരം പകർന്നുകൊണ്ട് സൂര്യ ഭഗവാനെ സാക്ഷി നിർത്തിക്കൊണ്ട് തുരുത്തിപ്പുറം മുസരീസ് ജലപാതയുടെ തീരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവർക്ക് ആവേശത്തിന്റെ കരുത്ത് പകർന്നുകൊണ്ട് ഇതാ 1, 2, 3 എണ്ണിക്കൊണ്ട് ഫിനിഷിംഗിലേക്ക് ഇതാ തുരുത്തിപ്പുറം ബോട്ട് ക്ലബിന്റെ തുരുത്തിപ്പുറം 2-ലൂടെ കടന്നു പോകുമ്പോൾ ഇതാ തൊട്ടു പിന്നാലെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 വെണ്ണക്കിളമ്പയും കടന്നു പോകുകയാണ്. ആവേശകരമായ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുവാൻ പോകുന്നു. അതിന്റെ തുടർന്നുള്ള വിവരണത്തിന് മൈക്ക് D സജിയിലേക്ക് ഞാൻ കൈമാറുകയാണ്. മഞ്ഞക്കിളികളാണ് 2 ട്രാക്കുകളിൽ വരുന്നത്. 1ാം ട്രാക്കിൽ മലപ്പുറത്ത് 2-ൽ വടക്കുംപുറം 3-ൽ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1. തുടക്കം മുതൽ തന്നെ പങ്കായങ്ങൾ കുത്തിയെറിയുന്ന കാഴ്ച കണ്ടോ. ഈ കൊട്ടപ്പുറം കായലിന്റെ അടിത്തട്ടിനെ പോലും ഇളക്കി മറിച്ചുകൊണ്ട് 1ാം പങ്കായക്കാരൻ വടക്കുംപുറം 3ാം ട്രാക്കിൽ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 കുതിക്കുന്നു. പാന
വടക്കുംപുറത്തുകാരുടെ പ്രിയപ്പെട്ട വടക്കുംപുറം മടപ്ലാതുരുത്തുകാരുടെ മടപ്ലാതുരുത്ത് സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 അങ്ങനെ ഉജ്ജ്വലമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കൊട്ടപ്പുറം കായലിന്റെ കുഞ്ഞോളങ്ങളെ രോമാഞ്ചം കൊള്ളിച്ചുകൊണ്ട് അവരെങ്ങനെ പാലെടുക്കുന്നു. മടപ്ലാതുരുത്ത് വടക്കുംപുറം സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 അജു മെൽബോർൺ. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കൊട്ടപ്പുറത്തിന്റെ ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരത്തിലതാ മടപ്ലാതുരുത്തും വടക്കുംപുറവും സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 പാഞ്ഞെടുക്കുകയാണ്. ഇന്ന് 2025 കൊട്ടപ്പുറം കായലിന്റെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ചക്രവർത്തി ഇരുട്ടുകുത്തി ബി ഗ്രേഡിൽ ആരെന്ന ചോദ്യം അറിയുവാൻ ഇനി നിമിഷങ്ങളാണ് ബാക്കി. അത് മടപ്ലാതുരുത്താകുമോ വടക്കുംപുറമാകുമോ അതോ സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ആകുമോ? ട്രാക്ക് 1 മടപ്ലാതുരുത്ത് ഇൻ ഫ്ലൈറ്റ് ലീഡ്. പക്ഷേ വടക്കുംപുറവും സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 വിടാതെ പിടിക്കുകയാണ്. അണിയം തുണിയുടെ ഭംഗി കണ്ട് മധ്യ കേരളവത വിറയ്ക്കുകയാണ്. മടപ്ലാതുരുത്ത് വടക്കുംപുറം സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2. Oh my world, look at this. ഇതുപോലൊരു ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ ഫൈനൽ കോട്ടപ്പുറം കണ്ടിട്ടുണ്ടാകില്ല. ഇഞ്ചുകളുടെ പോരാട്ടം, മൈക്രോ സെക്കൻഡുകളുടെ പോരാട്ടം. What a match, what a final. ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ ഫൈനൽ ഇതാണെങ്കിൽ കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. നമ്മുടെ ഓഫീസേഴ്സും ബഹുമാനായ പോലീസ് ഓഫീസേഴ്സും ഈ ചെറുവള്ളങ്ങൾ ട്രാക്കിലുള്ളതിനെ ട്രാക്കിൽ നിന്ന് മാറ്റിത്തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ഫിനിഷിംഗ് പോയിന്റിൽ കൂടുതൽ ചെറുവള്ളങ്ങളുള്ളതായിട്ട് കാണുന്നു. അവിടുന്ന് ചെറുവള്ളങ്ങളെ മാറ്റാൻ ബന്ധപ്പെട്ട ഓഫീസേഴ്സും പോലീസ് സുഹൃത്തുക്കളും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കമന്റ്. So Champions Boat League 2025 ഇരുട്ടുകുത്തി എ ഗ്രേഡിന്റെ ജനചക്രവർത്തി എന്ന പട്ടമാർക്കൊപ്പമാകും ഈ ഫൈനൽ മത്സരത്തിന് ശേഷം സഞ്ചരിക്കുക. ഒരുപക്ഷെ ഹീസ് മത്സരത്തിൽ നമ്മൾ സൂചിപ്പിച്ചതാണെങ്കിൽ പോലും ഒരിക്കൽ കൂടി അത് പറഞ്ഞു സുബ്രഹ്മണ്യം ചേട്ടൻ എന്ന ചരിത്രത്തെ കൂടി ഓർക്കുകയാണ്. 46 വർഷം താൻ തുടങ്ങ ഈ മധ്യ കേരളത്തിന്റെ നെട്ടയങ്ങളോടും നെഹ്റു ട്രോഫിയുടെ പുന്നമടയോടും ഒരിക്കൽ കൂടി നന്ദി വാക്കു പറഞ്ഞുകൊണ്ട് ഈ കോട്ടപ്പുറം കായലിൽ തന്റെ അവസാന കരുത്ത് കാട്ടിക്കൊണ്ട് ഈ വള്ളംകളി എന്ന ലോകത്തു നിന്നും ഒരുപക്ഷെ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന സെബാസ്റ്റ്യൻ കാത്തു നിൽക്കുകയാണ്. സോ സുബ്രഹ്മണ്യൻ ചേട്ടന്റെ കരുത്ത് ഗരുഡനിൽ തുഴഞ്ഞെത്തുമോ അതോ ഗോതുരുത്തുപുത്രൻ പിടിച്ചെടുക്കുമോ? താനിയൻ തന്റെ ചരിത്രങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുമോ? ഇതാണ് ചോദ്യം. സോ ആരാകും ആ ചക്രവർത്തി? ഗരുഡൻ എന്ന 3 സ്വപ്നങ്ങളാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. മധ്യ കേരളത്തിന്റെ കോട്ടപ്പുറത്തിന്റെ ജലചക്രവർത്തി ആരെന്ന ചോദ്യത്തിലേക്ക് ചരിത്രം അവകാശപ്പെടുവാനുള്ള താനിയന്റെ കോട്ടപ്പുറം കായലിൽ ഒരിക്കൽ കൂടി മധ്യ കേരളത്തിന്റെ ചക്രവർത്തി എന്ന പട്ടം അവിടെ തിരുത്തി എഴുതുമോ അതോ ഗോതുരുത്തുപുത്രൻ പിടിച്ചെടുക്കുമോ അതോ ഗരുഡനെന്ന് പറന്നിറങ്ങുമോ? ട്രാക്ടറിയിലെ ഗരുഡനാണോ ഒരൽപ്പം ലീഡിലേക്ക് കടന്നു വരുന്നത്? സുബ്രഹ്മണ്യൻ ചേട്ടന്റെ കരുത്തത അണിയത്ത് പ്രവഹിക്കുകയാണ്. അടപങ്കായങ്ങൾ കറക്കിക്കുത്തി വരുന്ന ഗരുഡനത പറന്നു വരികയാണോ? താണിയുടെ ഗ്രീൻ നിനക്കിതെന്തു പറ്റി? നിന്റെ വീരു കാണാൻ കോട്ടപ്പുറമത കാത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും നാം സൂചിപ്പിച്ചതുപോലെ ആകാശമേലാപ്പിൽ പറന്നിറങ്ങിയ ഗരുഡന്റെ തേരോട്ടമത കോട്ടപ്പുറം കായലിലും ആവർത്തിക്കപ്പെടുകയാണ്. ജനലക്ഷങ്ങളുടെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂട്ടി ഗരുഡനത കോട്ടപ്പുറം കായലിൽ പറന്നു വരുന്ന കാഴ്ച ഇത് ഹിസ്റ്റോറിക്കൽ മൊമെന്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. സോ കാലത്തിന്റെ നിയോഗം പോലെ 46 വർഷങ്ങൾക്ക് ശേഷം തന്റെ വള്ളംകളിയുടെ
വരുമ്പോൾ സമാപനത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ വിജയകരമായി പരിസമാപിക്കും. ഈ ഫസ്റ്റ് ലൂസേഴ്സും ഫൈനൽ മത്സരവും ഇപ്പോൾ ഇവിടെ നടക്കും. തുടർന്ന് വിജയികൾക്കുള്ള സംസ്ഥാന ഗവൺമെന്റ് ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയ സമ്മാന തുകയുടെ ചെക്ക് ബഹുമാനായ MLA ശ്രീ സുനിൽകുമാർ അവർ കൈമാറും. വിശിഷ്ടാതിഥികളോടൊപ്പം ഈ സമ്മാനദാനം ഇവിടെ നടക്കും. സമ്മാനദാനവും അത് തുടർന്നുള്ള നടപടികളും ഈ ഫൈനൽ മത്സരവും നടക്കുമ്പോൾ നമ്മുടെ ഈ വേദിയിൽ ഇതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കാണുന്നവർ തങ്ങൾക്ക് അനുവദിച്ച സ്ഥലത്തേക്ക് മാറിയിരിക്കണം. ഈ ഫൈനൽ മത്സരം അടുത്ത 15 മിനിറ്റിനുള്ളിൽ ഈ മത്സരം തയ്യാറാകുമ്പോൾ രണ്ടാം ഹീറ്റ്സിന്റെ മത്സരത്തിന്റെ വിഷ്വൽസ് നമ്മൾ കാണുന്നു. നിരണവും നടുവിലെ പറമ്പനും ഒപ്പത്തിനങ്ങോട്ട് ഫിനിഷ് ചെയ്യുന്നത് ആര് ജയിച്ചു? നടുവിലെ പറമ്പനാണോ നിരണമാണോ? കണ്ടില്ലേ, തുല്യ ശക്തികളായിട്ട് ഇഞ്ചോടിന് പോരാട്ടം നടത്തി നിരണവും അതുപോലെ തന്നെ നടുവിലെ പറമ്പനും മുന്നേറിപ്പോയ മനോഹരമായ കാഴ്ച വിധി പറയട്ടെ. അപ്പോ ഫൈനൽ മത്സരം പള്ളാത്തുരുത്തി വൈദ്യത്തിന്റെ മേൽപ്പാലമുള്ളിൽ 3 കൊമ്പനാനകൾ കൊട്ടപ്പുറം കായലിൽ കൊമ്പുകോർക്കുന്ന പതിപ്പിക്കുന്ന കാഴ്ചയ്ക്ക് കൊട്ടപ്പുറം നദിയാവാൻ പോകുന്നു. ഞങ്ങളുടെ പ്രയാണത്തെ പിടിച്ചു കെട്ടാൻ ആരുണ്ട് ഇവിടെ കാണട്ടെ എന്ന് ആര്? മേൽപ്പാലം, പള്ളാത്തുരുത്തിയുടെ മേൽപ്പാലം. ഞങ്ങളുടെ പ്രയാണത്തെ പിടിച്ചു കെട്ടാൻ ആരുണ്ടെന്ന് ചോദിക്കുന്നു. തകർക്കും ഇവിടെ, തറവപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വില്ലേജ് കൈനകരിയുടെ വീയപുരം ഇല്ല. മേൽപ്പാടത്തെയും വീയപുരത്തെയും പിടിച്ചു കെട്ടും, പിടിച്ചു മാറ്റും, പിടിച്ചു പുറകോട്ട് മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നടുഭാഗം കായലിനെ കീറിമുറിച്ച് വിജയവരയെ ലക്ഷ്യമാക്കി കുതിക്കാൻ തയ്യാറായി. ഇല്ല വീരപുരം, ഇല്ല നടുഭാഗം, ഒരുപോലെ കട്ടയ്ക്ക് കട്ട ഒരുപോലെ. ഇതാണ് മത്സരം, ഇതാണ് വള്ളംകളി, ഇതാണ് ആവേശം. വീരപുരം ഇല്ല, നടുഭാഗം ഇല്ല, ഇല്ല പള്ളാത്തുരുത്തിയുടെ മേൽപ്പാടം ഇല്ല. വീരപുരവും നടുഭാഗവും മേൽപ്പാടം 2-3 ട്രാക്കുകളിലായി ഇതാ വീരപുരവും നടുഭാഗവും മേൽപ്പാടവും കടന്നു പോകുന്നു. ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് ആവേശത്തിന്റെ ആ തീപ്പൊരിയില് ഇവിടെ ജലപ്പരപ്പില് ജലവിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് പൂരങ്ങളുടെയും ആനപ്രേമികളുടെയും മണ്ണില് ലോകം കീഴടക്കുകയാണ്. ജലോത്സവ ലോകം തൃശൂർ പൂരം, ഇത് ജലപൂരമാണ്. തൃശൂരുകാര് ജയിച്ചാടുകയായിരുന്നു. മേൽപ്പാടവും നടുഭാഗവും വീയപുരവും. അങ്ങനെ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 5ാം സീസണിലെ ബഹുമാന്യനായ കൊടുങ്ങല്ലൂരിന്റെ MLA ശ്രീ VS സുനിൽകുമാർ അവർ സമ്മാനിക്കും. ചെറുവള്ളങ്ങളുടെ വിജയികൾക്കുള്ള ട്രോഫിയും മറ്റ് സമ്മാനങ്ങളും ഇവിടെ സമ്മാനിക്കപ്പെടും. ഔദ്യോഗികമായി തയ്യാറാക്കിയ സമ്മാനത്തുക വിതരണം ചെയ്യും. അതിനുശേഷം ചെറുവള്ളങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനം നൽകും. ഈ സമ്മാനദാനം അതിന് നിയോഗിക്കപ്പെട്ടവർ മാത്രമേ ആ സമ്മാനദാന ചടങ്ങിൽ പങ്കെടുക്കാവൂ. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ നാടിന്റെ പ്രിയപ്പെട്ട MLA ശ്രീ VS സുനിൽകുമാർ അവർ ഇന്നത്തെ വിജയികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്യും. ബഹുമാനായ MLA ശ്രീ VS സുനിൽകുമാറിനോടൊപ്പം ഈ സമ്മാനദാന ചടങ്ങിൽ
ജില്ലാ പഞ്ചായത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ പ്രിൻസ് BS പ്രിൻസ് അവர்களுം ഈ സമ്മാനദാന ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്. മറ്റ് വിശിഷ്ടാതിഥികളൊപ്പം അദ്ദേഹത്തോടൊപ്പം സംബന്ധിക്കും. ഈ ഫലപ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ ഈ ട്രോഫി, ഇതിന്റെ സമ്മാനത്തുക ഏറ്റുവാങ്ങേണ്ട വിജയിയായ വള്ളത്തിന്റെ ക്യാപ്റ്റനും അതാത് ക്ലബ്ബുകളുടെ ക്യാപ്റ്റന്മാർ മാത്രം വേദിയിൽ കടന്നുവന്ന് സമ്മാനം ഏറ്റുവാങ്ങണം എന്ന് അറിയിക്കുന്നു. ഇവിടെ ഈ സമ്മാനദാനം നിർവഹിക്കാൻ ഈ വേദിയിൽ അതിനാവശ്യമായിട്ടുള്ള ആളുകൾ മാത്രമാണ് നിൽക്കേണ്ടത്. തിക്കും തിരക്കും കൂട്ടി ഈ സമ്മാനദാന ചടങ്ങിൻ്റെ അതിൻ്റെ മനോഹാരിത നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രകാരമാണ്. ഇന്നത്തെ മത്സരത്തിൽ 9ാം സ്ഥാനത്തെത്തിയത് ചമ്പക്കുളം ചുണ്ടനാണ്. 8ാം സ്ഥാനത്ത് പായിപ്പാടനും 7ാം സ്ഥാനത്ത് കാരിച്ചാലും 6ാം സ്ഥാനത്ത് ചെറുതലയും 5ാം സ്ഥാനത്ത് നിരണം ചുണ്ടനുമാണ് എത്തിയത്. 4ാം സ്ഥാനത്തെത്തിയത് നടുവിലെ പറമ്പൻ ചുണ്ടനാണ്. ആവേശകരമായി ഇന്നത്തെ ഫൈനൽ മത്സരത്തിൽ, അത്യന്തം വാശിയേറിയ ഈ ഫൈനൽ മത്സരത്തിൽ വളരെ നേരിയ വ്യത്യാസത്തിൽ മാത്രം നഗ്ന നേത്രങ്ങൾക്ക് വിധി നിർണ്ണയിക്കാൻ കഴിയാത്തത്ര വ്യത്യാസത്തിലുണ്ടായ ഫൈനൽ മത്സരത്തിൽ 3ാം സ്ഥാനത്ത് മേൽപ്പാടം ചുണ്ടനും 2ാം സ്ഥാനത്ത് നടുഭാഗവും 1ാം സ്ഥാനത്ത് വീണ്ടും വിയപുരം ചുണ്ടനും എത്തിയതായി അറിയിക്കുന്നു. ഇന്നത്തെ മത്സരവിജയി വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി തുഴഞ്ഞ വിയപുരം ചുണ്ടനാണ് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. 2ാം സ്ഥാനം നടുഭാഗത്തിനും 3ാം സ്ഥാനം മേൽപ്പാടം ചുണ്ടനുമാണ്. 1ാം സ്ഥാനം കിട്ടിയ വിയപുരം ചുണ്ടന്റെ ക്യാപ്റ്റൻ ബഹുമാന്യനായ നമ്മുടെ MLA ശ്രീ VS സുനിൽകുമാറിൽ നിന്നും സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന സമ്മാന തുകയായ 5 ലക്ഷം രൂപയുടെ ചെക്ക് ഏറ്റുവാങ്ങാൻ ക്യാപ്റ്റനെ ക്ഷണിക്കുന്നു.